ചിന്തകളെ മാനേജ് ചെയ്യാനാണ് വിഷ്ണു സഹസ്രനാമം പോലുള്ള സഹസ്രനാമങ്ങൾ. അത് എല്ലാവരും വിഷ്ണു സഹസ്രനാമം ചൊല്ലണമെന്നല്ല. നമ്മൾ ഏതാണോ ഒരു മൂർത്തിയെ ആരാധിക്കുന്ന, ഏത് മതത്തിലും പല മതങ്ങളിൽ പലതരത്തിലുള്ള ആരാധനകളുമൊക്കെയാണ്. അപ്പം അവരവരുടെ ആ ഒരു രീതി അനുസരിച്ചുള്ള നാമജപങ്ങളും സ്തുതികളും അത് സ്ഥിരമായിട്ട് നമ്മൾ ജീവിതത്തിൽ കൊണ്ട് മുന്നേറുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കൊണ്ട് നടക്കുകയാണെങ്കിൽ, നമുക്ക് ഈ ആദി അകറ്റാം. ആദിയാണ് വ്യാധിയായിട്ട് മാറുന്നതെന്ന് പറഞ്ഞില്ല. ഈ ആദിയും വ്യാധിയും ഇല്ലാതെയാക്കാം. ആദിവ്യാധികളെ ഇല്ലാതെയാക്കുന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ചിന്തകളെ എറേസ് ചെയ്യാണ് വേണ്ടത് ഫസ്റ്റ്. അപ്പോൾ പിന്നെ നമ്മളെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലും മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത പിന്നെന്താ പറയുക, കാര്യങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും ആളുകളില്ല എന്നും, അതുപോലെ